നീ സിംഗ് സാങ് കൂട്ടിനെന്നെ കിട്ടില്ലല്ലോ ചേട്ടാ എൻ്റെ കരളിൻ്റെ വാതിൽ തുറക്കാതെ. ആസ് വെൽ ആസ് ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ ദുബായ്ക്കാരനാണല്ലോ, ഓവറാക്കി ചളവാക്കണ്ട. ഓ അടച്ചേക്കാണ് കേട്ടാ പെട്രോൾ പമ്പ്. സലാമത് പാഗി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് എൻ്റെ മുഖം കാണിക്കാത്തതെന്ന്. ഇവിടെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. മാഡം ബ്രേക്ക്ഫാസ്റ്റ്. റഫയാണ് കേട്ടോ അത് റീഹീറ്റ് ചെയ്തത് ഉണ്ടാക്കിയതൊക്കെ. റഫയാണ് അത് ഉണ്ടാക്കിയത്. താങ്ക് യു സോ മച്ച്. റഫേൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാണ് നമുക്ക് ഈ ഫുഡ് കൊണ്ടുവന്നത്. പക്ഷെ ഇന്നലെ രാത്രി നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. അവർ കുറേ ഫുഡ് കൊണ്ടുവന്നു. അവിടെ നമ്മൾ രാവിലെ ഈ സുന്ദരമായ വ്യൂ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. സലാമത് പാഗി അഗെയിൻ. സേ സലാമത് പാഗി. അതാണ് റിയൽ സലാമത് പാഗി. എൻ്റെ സലാമത് പാഗി കുറച്ച് എന്താ വോയിസ് മോഡുലേറ്റഡ് ആണ് കേട്ടോ. സലാമത് പാഗി. നമ്മുടെ റഫ പറയുന്നു ഈ വ്യൂ എടുക്കാൻ. ഈ വ്യൂവിലിരുന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. റഫ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പിയാണ്. നമ്മൾ കുറച്ച് ദിവസം താമസിക്കാൻ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഒരാളല്ല, അടുത്ത ആളും വന്ന് നമ്മുടെ കൂട്ടായിട്ട് കേട്ടോ. നമ്മളിവിടെ ഒറ്റക്കല്ല. നമ്മുടെ നാസിക്കുരങ്ങില നമ്മുടെ മുട്ട ഇവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാ ഇവിടെ വാ കഴിക്കോ നീ? ഇവിടെ കഴിക്കോ? കഴിക്കി. ഹി ഡോണ്ട് ലൈക്ക്. അയ്യോ ഐ വിൽ. മറ്റവന് ഇഷ്ടമല്ല കേട്ടാ, ഇവന് ഇഷ്ടപ്പെട്ടു. എനിക്കെന്താ തരാ പിന്നെ? നിനക്ക് ഇനിയും വേണോ? എന്തായാലും നമുക്ക് കൂട്ടായല്ലോ. അയ്യോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അവർ കഴിക്കുന്നത്. നല്ല പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതും ഈ ഒരു വ്യൂ ആസ്വദിച്ചാണ് കേട്ടോ നമ്മുടെ പൂച്ച സാറും ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. രാവിലെ അല്ല, പിന്നെ ഉച്ചക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ചോദിക്കും. വേണ്ടേ? ഇപ്പോൾ റഫ ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ വില്ലേൻ്റെ ഫ്രണ്ടിൽ തന്നെ. റഫ നൈസായിട്ട് അവിടെ നമ്മൾ കഴിച്ച പ്ലേറ്റൊക്കെ കൈ വെക്കുകയാണ്. ഇവിടെ നിന്ന് ആ പ്ലേറ്റ് എടുത്തേട്ടാ. ഇവന് ഭയങ്കര സ്നേഹം കാണിക്കുന്നതിനോട് കേട്ടോ. എനിക്ക് ഒരുപാട് സ്നേഹം കാണിക്കില്ലേ ഏട്ടാ? മതി, സ്നേഹം മതി. എൻ്റെ സ്നേഹം ധാരാളം. എന്നെ കണ്ടിട്ടൊരു വിജയ് ലുക്കുണ്ടോ? വിജയ് അകത്തൊരു ഷർട്ട് പുറത്തൊരു ഷർട്ട് ചുമ്മാ ഇട്ടേക്കല്ല കേട്ടാ. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. മെയിനായിട്ട് തണുപ്പിൻ്റെ കാരണം കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയ വഴികളും കഥകളും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരത് കാണണം കേട്ടോ. ഇത് കണ്ടിട്ട് പിന്നെ കണ്ടാലും മതി. മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്. റഫേൻ്റെ കൂട്ടുകാരിൻ്റെ സ്കൂട്ടറാണ് കേട്ടോ, നമുക്ക് യൂസാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിൽ ഒന്ന് കറങ്ങാൻ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചു. പോകുന്ന വഴിക്ക് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു. സ്നേഹമുള്ള കൂട്ടുകാരി കേട്ടാ. ഒരു കട്ട പെട്രോളാണ് തന്നത്, പക്ഷേ വണ്ടി തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. കണ്ണാടി ബോറാണോ? ഒരു ഷോക്ക് എടുത്ത് വെച്ചതാ. ഇന്തോനേഷ്യയിൽ വന്നിട്ട് റൊട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ പറയലുണ്ടോ എന്ന് എനിക്കറിയില്ല. ആസ് വെൽ ആസ് ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ ദുബായ്ക്കാരനാണല്ലോ. ലോക്കായി. ഹോം സ്റ്റേൻ്റെ കംപ്ലീറ്റ് വീഡിയോയും ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ചെറിയ പൈസക്ക് നമ്മൾ എടുത്തതാണ്. ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നല്ല ലാഭത്തിൽ ബുക്ക് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻ, ഇന്തോനേഷ്യൻ ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അതൊന്നെല്ലാം നമ്മുടെ പഴയ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. കാണാത്തൊരു കാണുക. ഒരു ബട്ടർഫ്ലൈ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. റഫ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കലാണ് റഫേൻ്റെ വിനോദം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ് കേട്ടോ. മഴ വീണ്ടും പൊടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ദേ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതെ, നൈസ്. ബൈ ബൈ.
ഇവിടെയൊക്കെ ആള് നല്ല കുറവാണ് കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ട് അവിടുന്ന്. ഞങ്ങളുടെ രണ്ടാളുടെ ഹെൽമെറ്റ് ഇല്ല, അതാണ് പ്രശ്നം. അതെ, ഇവിടെ വെള്ളം ഇറങ്ങി കിടപ്പുണ്ട് കേട്ടോ റോഡിലേക്ക്. മഴ പെയ്തു കഴിഞ്ഞാൽ കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല. ഇതെല്ലാം നെൽപ്പാടങ്ങളാട്ടോ ആ കാണുന്നതല്ല. നമ്മുടെ രണ്ട് സൈഡിലല്ല, നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ഫുള്ള് നെൽപ്പാടമാണ് കേട്ടോ. നെല്ല് വളർന്ന് കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടെല്ലാം പോകണം കേട്ടോ. യു നീഡ് മാസ്ക് ബിക്കോസ് ഇറ്റ്സ് ഫ്രഷ് എയർ. കണ്ടോ, അതെ നെൽപ്പാടമാണ് കേട്ടോ ഇവിടെ. അയ്യവ നെൽപ്പാടവും ദൂരെ ഇറ്റ്സ് ആൻ മൗണ്ടെയിൻ ഹാസ് ഗുണുഗിതമ്പോ മേ ബി കുട്ടികളുടെ ടൂറാണെന്ന് തോന്നുന്നു കേട്ടോ നടക്കുന്നത്. കുട്ടികൾക്കുള്ള ടൂർ, ബെസമ ടൂർ ഓൺ ദ ബസ് ടൂർ. നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ? വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനൊന്നുമില്ല, ഇവിടെ വണ്ടി വെക്കാം. ഞാൻ ഇന്ന് ഫുള്ള് കണ്ണാടി ഇട്ടേ കയറി. ചിലർ മെസ്സേജ് അയക്കും, നിന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കേട്ടാ. ഇതേ ഒരു ചെറിയ പാലമുണ്ട്. സ്മൈൽ. ഇത് ഓടയല്ല കേട്ടോ, ഇത് ഈ വയലിലേക്ക് വെള്ളം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇറിഗേഷൻ. എക്സാക്ട്ലി, ഇറിഗേഷൻ പർപ്പസ് ആണെന്നാണ് റഫ പറയുന്നത്. അതേ ശരിയാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള തന്നെ. ഈ സാധനം വേണ്ട, ഓവറാക്കി ചളവാക്കണ്ട. ഇതേ അവിടെ ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞാട്ടോ. കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഈ സാധനം അവർ കളയാണ്. നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് കൂട്ടിയിട്ട് കത്തിക്കുന്നു അല്ലേ ഈ സാധനം. വീടല്ലേ, ഡോണ്ട് ഫോൾ സാങ്. റഫ ഇവിടെ എങ്ങാണം വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത് ഇവിടെ അവരുടെ പണി സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിന് ഇവർ പറയുന്ന പൊണ്ടോക്കെന്നാണ്. നമ്മുടെ ഷൂ ഒക്കെ ചെളിയാക്കണ്ട. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറുണ്ട് കേട്ടോ. അതെ, നെല്ല് കിടക്കുന്നുണ്ട. ഇവിടെ ഒരു പാറുണ്ട, അവിടെ പട്ടിയെ പൂച്ചങ്ങാണ്ട തൂറി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടുത്തെ വ്യൂ കൊള്ളാം. അവിടെ ആള് നിന്ന് അത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സൺഗ്ലാസ് ഒക്കെ ഇട്ട് തൊപ്പിക്കിട്ടാൽ അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നത്. അങ്ങ് കാണുന്നത് മലനിരയാണ് കേട്ടോ. റഫ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടുമാണ്. സാത്തുലേക്ക് ഇത്ര നേരം മഴയായിരുന്നു പ്രശ്നം, ഇപ്പം ദാണ്ടേ വെയിലായി പ്രശ്നം. അപ്പം നമ്മളിത് കുറ്റം പറയുന്നത് ശരിയല്ല. കാര്യം മഴയുള്ളപ്പോൾ മഴയെ കുറ്റം പറഞ്ഞ്, വെയിലുള്ളപ്പോൾ വെയിലിനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും നല്ലൊരു വെട്ടം കിട്ടി, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ സ്ഥലങ്ങളൊക്കെ നല്ല വെട്ടത്തോടെ കാണാൻ പറ്റി. റഫ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതോ റഫ മുഖമൊക്കെ മറച്ചിട്ട് വരും. റഫ അറിയാം സൺസ്ക്രീൻ കയ്യിൽ വെച്ചേക്കണ്ടായിരുന്നു. എന്തിനാ കയ്യിൽ വെച്ചേക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അടിക്കാൻ സൺസ്ക്രീൻ. എന്തായാലും ഞാൻ സൺസ്ക്രീനൊക്കെ ഇടാൻ തുടങ്ങിയത് റഫേനെ പരിചയപ്പെട്ട്, റഫേൻ്റെ കൂടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തതിന് മുതലാണ് കേട്ടോ സൺസ്ക്രീനൊക്കെ ഇടാൻ തുടങ്ങിയത്. പണ്ട് വീട്ടിലൊക്കെ കാണും, പക്ഷെ ഞാൻ അടുത്തൊന്നുമില്ല, ഇതൊക്കെ ഇടുന്നതാണ്. അപ്പോൾ റഫ പറയും സൺസ്ക്രീൻ ഇടുന്നത് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല എന്ന് പറയും കേട്ടോ. അതെ, അവർ നെല്ല് പറിച്ചപ്പം ഈ ഒരു നെല്ല് മറന്നു പോയെന്ന് ഒന്ന് പറിക്കാൻ. ഒരു റൊമാൻറ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വേണേനെ, ഞാൻ വീണ്ടും റഫേനെ പിടിച്ചിട്ടേനെ ഇപ്പോൾ താഴെ. പൂച്ച കയറി ഇരിക്കാതിരിക്കാൻ, അല്ല വെള്ളം ആ സീറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിതെടുത്ത് വെച്ചിട്ടുണ്ട് ആ പുള്ളിക്കാരൻ. അപ്പം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് എന്തായാലും നമ്മുടെ പുത്രി നമുക്ക് വണ്ടി തന്നുകൊണ്ട് നമ്മുടെ യാത്രകളൊക്കെ ഈസിയായി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് വണ്ടി റെൻറ്റിനെടുക്കാൻ വേണ്ടി നടന്നേനെ കേട്ടോ. എന്തായാലും നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാൻ പറ്റിയതേ. അത് സ്കൂളാണ് കേട്ടോ. ഈ ഒരു കുന്നിൻ്റെ മേൽ മാഫ് പാവം കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ചു കേട്ടോ. ഞാനേ പണ്ട് ചോറ് കഴിക്കാൻ നേരം അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും കറി എന്തെങ്കിലും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റും. അപ്പോൾ വാപ്പി പറയുന്നത് ഞാൻ ഓർമ്മ വരുന്നത് എനിക്ക്. ഇപ്പോൾ വാപ്പി ഇങ്ങനെ പറയും, നീ എന്തിനാ ഈ കോഴി ചെകയുന്ന മാതിരി ചെകയുന്നതെന്ന് ചോറിൽ. വാപ്പിക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. നല്ല രസമുണ്ട്. എന്തായാലും വി വിൽ ഗോ ദേർ. വി വിൽ പുട്ട് ഫുൾ ടാങ്ക് ആൻഡ് വി വിൽ ക്ലീനിങ് എവറി ടൈം. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. പിന്നെ ദേ ഇവിടെ ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ. അപ്പോൾ ഈ പകരാലത്ത് കൂടുതൽ നെൽകൃഷിയും പിന്നെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. റഫ ഹാപ്പി?
ഞാൻ എല്ലാ സമയത്തും റഫയോട് ചോദിക്കുന്നുണ്ട് ഹാപ്പിയാണോ എന്ന്. കാര്യം അയ എന്നോട് പറഞ്ഞു എൻ്റെ മോളെ നീ ഹാപ്പി ആയിട്ട് നോക്കിക്കോണോ എന്ന് പറഞ്ഞു കേട്ടോ, സന്തോഷിപ്പിച്ചോണോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ റഫേൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത് ഹാപ്പിയാണോ. ഇവിടുത്തെ റോഡുകളെ പറ്റി പറഞ്ഞില്ലല്ലോ. റോഡെല്ലാം നൈസാണ് അല്ലേ, റോഡെല്ലാം അടിപൊളി, നല്ല സ്മൂത്ത് റോഡ്. പിന്നെ രണ്ട് വശത്തുള്ള വീടുകളൊക്കെ നല്ല രസമുണ്ട്. വണ്ടികൾക്കൊക്കെ ഒരു പ്രത്യേകത. മൊത്തത്തിലൊരു റഫേനോട് കുറച്ച് നേരം മുന്നേ പറയാ നമുക്ക് ഇവിടെ ഒരു വീടൊക്കെ വാങ്ങിച്ച് ഇവിടെ അങ്ങ് താമസിച്ചാലോ എന്ന്. യു സെഡ് ലൈക്ക് ലെറ്റ്സ് ബിൽഡ് എ ഹോം ആൻഡ് സ്റ്റേ ഹിയർ. ഇവിടെ ഒരു കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ കൂടിയാലോ എന്ന് ആലോചിക്കുക. സംഭവം രസമുണ്ട് കാണാൻ, സ്ഥലങ്ങളും എല്ലാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ആർക്കെങ്കിലും ഇതുപോലെ ഒരു സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്ത് ഒരു ചെറിയ വീടൊക്കെ വെച്ച് കൂടാൻ താല്പര്യം ഉണ്ടോ? ഇത്രയും അടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ അടച്ചേക്കാണ് കേട്ടോ പെട്രോൾ പമ്പ്. സുന്ദരമായ ഫാറൂഖും സുന്ദരിയായ റഫയും ഉണ്ട്. വേണ്ട ഒരു ഇബ് പോകുന്ന കേട്ടോ, സ്കൂട്ടറൊക്കെ വെച്ച് പറപ്പിച്ച്. ചെക്കൻ പോകുന്ന നോക്കാം, സ്കൂളിൽ പോകുന്ന കേൾക്കാനാ, ലൈസൻസ് ഉണ്ടാവില്ല. പിന്നെ അതിന് കുഴപ്പമില്ല അല്ലേ. അവിടെ പോകാം, 2.5 കിലോമീറ്റർ പോകണം കേട്ടോ അടുത്ത പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട്. നമ്മളൊരു കടയിൽ കയറി കേട്ടോ, കടയിൽ ചെരുപ്പ് ഇട്ടിട്ട് കേട്ടോ ഇവിടെ കയറുന്ന കേട്ടോ. ഇവിടെ പപ്സ് പോലത്തെ എന്തോ സാധനം. ഓ എല്ലാത്തിൻ്റെയും പേര് ബോളൻ എന്നാട്ടോ. ബോളൻ നാട്ടിൽ നമ്മൾ തമാശ പറയുന്നതാണ്, നീ ഒരു ബോളനാണ്. ഇപ്പം എൻ്റെ കൂട്ടുകാരിയായിട്ട് തന്നെ ചിരിക്കും. ഇതിൻ്റെ എല്ലാം പേര് ബോളൻ എന്നാട്ടോ, പക്ഷേ ഷേപ്പ് പറയാനേ ഉള്ളൂ, ടേസ്റ്റിലും ചില വ്യത്യാസങ്ങളുണ്ടാവും. Berapa ya Mbak? 19 jadinya. Ada Kris ya? Ada. Boleh, makasih. Ada Pertamina ada kan? Pertamina maju lagi dikit. Lagi. Terus ya. Dikit lagi. അപ്പോൾ നമ്മളെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് ഒരു സെല്ലോ ടേപ്പ് വാങ്ങി കേട്ടോ. സെല്ലോ ടേപ്പ് വാങ്ങിച്ചിട്ട് നമ്മുടെ ക്യാമറ നമ്മൾ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തെന്ന് വെച്ച് ഇനി നമുക്ക് സംസാരിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല സുന്ദരമായിട്ട് പോവാം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? കേട്ടില്ല, പറഞ്ഞത് കേട്ടില്ല. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധിന്ന്? അടിപൊളിന്നാ. ഓക്കെ, താങ്ക്. അങ്ങനെ നമ്മൾ 25,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കേട്ടോ നമ്മുടെ പുത്രീൻ്റെ വണ്ടിക്കകത്ത്. 125 രൂപ. അപ്പം തന്നെ ഫുൾ ടാങ്ക് ആയി. ഓൾറെഡി 2 ഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ 50,000 അടിക്കാൻ വിചാരിച്ചു. 50,000 അടിച്ചായിരുന്നെങ്കിൽ എന്തായാലും നിറഞ്ഞ് തുളുമ്പിയേനെ. നമ്മുടെ ഈ സ്ഥലത്ത് കേട്ടോ, ഇവിടെ ക്യാരറ്റ് തോട്ടമുള്ള സ്ഥലമുണ്ട്, സ്ട്രോബെറി തോട്ടമുള്ള സ്ഥലമുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. എന്തായാലും നല്ലൊരു മഴക്കുള്ളൊരു കോലുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല അടിപൊളി തണുപ്പാണ്. ഇറ്റ്സ് സോ കോൾഡ് യാസേ. വലതുവശത്ത് എന്തോ കൃഷി, ഇടതുവശത്ത് എന്തോ കൃഷി, ഫുള്ള് കൃഷിയാണ് കേട്ടോ. സാറേ കൃഷിയാണ് സാറേ ഇവരുടെ മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതോ അവിടെ നമുക്ക് ആവശ്യമുള്ള 2 സാധനങ്ങളാണ്, റെയിൻകോട്ടും ഹെൽമെറ്റും. ഹെൽമെറ്റ് എന്തായാലും നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെന്തിനാ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ച് വെച്ചിട്ട് കളയുന്നത്? അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൻ്റെ കാര്യം പോട്ടെ, എന്തെങ്കിലും ചെയ്യാം. റെയിൻകോട്ട് വാങ്ങിക്കണം. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം റെയിൻകോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ അത് ഒഴിവാക്കാമല്ലോ. നമ്മളൊരു 4 മുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. 4 മുക്കിൽ നമുക്ക് വലത്തോട്ട് പോകണം. ബാക്കിൽ വണ്ടിയുണ്ട്, നമുക്ക് പതുക്കെ വലത്തോട്ട് പോകാം. ഇവിടെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളുണ്ടോ? ഏതോ ഒരു സ്കൂൾ ഇപ്പോൾ വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യാൻ പോകുന്നു, കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നു. ആകാശത്താണെങ്കിൽ നല്ല കാർമേഘവും. എല്ലാവരും നല്ല അച്ചടക്കത്തോടെ വരിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കൂടെ നടക്കുന്നുള്ളൂ, വലതുവശത്തൂടെ മാത്രമേ കുട്ടികൾ നടക്കുന്നുള്ളൂ കേട്ടോ. ഇടത്തെ സൈഡിലൂടെ നടക്കുന്നില്ല. മീൻസ് അവരുടെ വലതുവശം ചേർന്നിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അവർ മാതൃകയാക്കേണ്ട കുട്ടികളാണ്. അതെ, ഇവിടെ ഈ സൈഡിൽ ഒരു 3-4 എണ്ണം ഉമ്മമാർക്ക് അടി കൊടുക്കണം. ഉമ്മമാർ നിയമം പാലിക്കാതെ നടക്കുകയാണ് കേട്ടോ. ഇതാണ് സ്കൂള്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ സ്കൂള്. അങ്ങനെ റഫ കയറി കേട്ടോ വണ്ടി ഓടിക്കാൻ. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഫോറിൻകാരൽ ഡോളർ നോട്ടും കൊണ്ട് മാരി വിളിച്ചാൽ കൂട്ടിന് വരുമോ നീ? കൂട്ടിന് എന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, എൻ്റെ കരളിൻ്റെ വാതിൽ തുറക്കാമോ? അയ്യോ, ഫോറിൻകാരൽ ഡോളർ നോട്ടും കൊണ്ട്. റഫയ്ക്ക് ഞാൻ റഫേനെ പിടിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. യു വോണ്ട് മസാജ്?
റഫ പ്രോ ഡ്രൈവറാണ് കേട്ടോ. പക്ഷെ റഫയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ണാടി വേണം. പെരുമക്കാശി പഞ്ഞ നമുക്കങ്ങനെ വഴി പറഞ്ഞു തന്നെ കേട്ടോ ആ വന്ന താത്ത. ഞാൻ ഇങ്ങനെ ചുമ്മാ ചോദിച്ചാണ് താത്ത അടുത്ത്. താത്ത നമുക്ക് വഴി പറഞ്ഞു ഇനി ഈ മോളിലെടുത്ത് ചോദിക്കാം. ലെറ്റ്സ് ആസ്ക് ദിസ് ഗേൾ. ഞാനിനി വണ്ടി ഓടിക്കത്തില്ല എന്നുള്ളതിന് തീരുമാനിച്ചു. കാര്യം റഫ നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളെ വീഡിയോസൊക്കെ കാണിച്ചു തരുകയും ചെയ്യാം, പിന്നെ സുഖമായി സന്തോഷിക്കുകയും ചെയ്യാം. പാവം റഫ. റഫയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതെ ഹോം സ്റ്റേ ഇവിടെ നിറച്ച് ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പകരാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരികയാണെങ്കിൽ ഈവൻ ഇൻ കേസ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഹോട്ടലൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് കുറേ ഹോട്ടലുകളും ഹോം സ്റ്റേകളും കാണും. അവിടെ തന്നെ ന്യൂ ഫേവർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ആ മലയുടെ അങ്ങോട്ടേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നേരെ കാണുന്ന മലയാണ് ഗുണുങ് ഡംബോ. മലയല്ല, ഗുണുങ് ഡംബോ. നീ കൂട്ടിനെന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, എൻ്റെ കരളിൻ്റെ വാതിൽ തുറക്കാതെ. വേണ്ടേ അങ്ങനെ നമ്മൾ മൗണ്ട് ഡംബോ, നമ്മുടെ ഡംബോ മലനിരകളുടെ ഉള്ളിലേക്കുള്ള കവാടം ത്രൂ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരുമ്പോഴെല്ലാം പല സ്ഥലത്തും ഇതുപോലെ സ്റ്റാച്യൂസ് കണ്ടായിരുന്നുണ്ടോ? സ്റ്റാച്ചു കണ്ടോ? ഒരു ജീപ്പിൻ്റെ മുകളിൽ കുറേ പേര് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ഭരണകാലത്ത്, ഡച്ച് ഭരണകാലത്തുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. തോക്കും ചൂണ്ടി നിൽക്കുകയാണ് ആ സായിപ്പിനെയാണെന്ന് തോന്നുന്നു കേട്ടോ കാണിക്കുന്നത്. കവാസാൻ എന്ന് വെച്ചാൽ ഏരിയ. മൗണ്ട് ഗുണുങ് ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് കാണാം ഫുള്ള് പച്ചപ്പും ഹരിതാപയും തണുപ്പുമാണ് കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല. ഇഫ് ഇറ്റ്സ് റെയിൻ ദർ ഇസ് നോ പ്ലേസ് ടു. റഫയ്ക്ക് നമ്മൾ വണ്ടി ഓടിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്നേഹമുള്ള ഭർത്താവല്ലേ ഞാൻ, അല്ലേ? വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഇതെല്ലാം ഹോം സ്റ്റേകളാണ് കേട്ടോ. ഓരോ ഹോം സ്റ്റേകൾ അതുമായിട്ട് ചേർന്നിട്ട് കൃഷിപ്പാടങ്ങളുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ കൃഷിയാണ്? മുളകാണെന്ന് തോന്നുന്നു കേട്ടോ. ആ വെള്ളപ്പൂവുണ്ട് മുകളിൽ, മറ്റേ മുളകിൻ്റെ പച്ചമുളകിൻ്റെ മുകളിൽ വെള്ളപ്പൂവില്ലേ. പക്ഷേ ഇത് അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവാണ് കേട്ടോ. ഈ റോഡിലുള്ള അവരെന്താണ് ഡിവൈഡർ നിറച്ച് മരങ്ങളും ചെടികളൊക്കെ വെച്ചിരുന്ന് അവർ നല്ല പരിപാലിക്കുന്നുണ്ട്. അവിടെ കൃഷിപ്പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. തട്ടായിട്ട് ഓരോ കൃഷിപ്പണികളും നടക്കുന്നുണ്ട്. ഇത് സ്പൂൺ മേ ബി ഫ്രം ഹിംസ്. ഫുള്ള് കൃഷിയാണ് കേട്ടോ. കൂട്ടിനെന്നെ കിട്ടില്ലല്ലോ ചേട്ടാ. ഈ പാട്ട് വായി കയറി ഇതിന് പോകത്തില്ല, അതാ പ്രശ്നം. ഏതോ റീലിൽ കണ്ടതാ, ഇൻസ്റ്റാഗ്രാമിലെ റീലിൽ കണ്ട പാട്ടാ. അത് എന്താ വായിന്ന് പോകുന്നില്ല. എന്താ ചെയ്യാ, ഒരു പച്ചമുളക് എടുത്ത് കടിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവലുണ്ടോ? ഏതെങ്കിലും പാട്ട് വായിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. നമ്മൾ എവിടെയെങ്കിലും കേട്ടതായിരിക്കും, അതിങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മൾ കയറ്റം കയറണം കേട്ടോ. ആ മൗണ്ട് ഗുണുങ് ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് വെയിലില്ലാത്തതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫ്രഷ് ആയിരിക്കും. മഴ പെയ്താൽ ഫ്രഷ്നെസ്സൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത്ര ഹാപ്പി ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ അവിടെ. പറപ്പിച്ച് വിട് പാപ്പാ. ഇത്രയും ഹാപ്പി ആവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ ആഗ്രഹിച്ച ട്രിപ്പാണ്. ദിസ് ഈസ് ദ ട്രിപ്പ് വിച്ച് വി ഡ്രീം ഓഫ്, റൈറ്റ്? ഞങ്ങൾ ദുബായിലും ഒക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ട്രിപ്പാണ് ഈ ജോലിയെല്ലാം കളഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. കാര്യം ബെഡ് സ്പേസും പാർട്ടിഷനും ഷെയറിങ് ഫ്ലാറ്റും കുഴഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇതെല്ലാം കളഞ്ഞിട്ടങ്ങ് പോയാലോ എന്നും. പിന്നെ ഫുലൂസിനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് അതൊന്നും നടക്കത്തില്ലല്ലോ. എന്തായാലും ഈ സമയത്ത് അതെല്ലാം ആലോചിച്ചിട്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിയതിന് സ്ട്രഗിൾ ചെയ്തതിനൊക്കെ ഉള്ളൊരു ഗുണം ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം ഒരു സന്തോഷം. മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. മഴ പൊടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനെല്ലാം അവതാളത്തിലാകും. മഴയെ പൊടിക്കരുത് നീ, മഴ ഇങ്ങനെ നിന്നാൽ മതി. സാങ് ഹാപ്പിയാണോ? ആ, പാപ്പി ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞേക്കാണ് റഫേനെ എപ്പോഴും ഹാപ്പി ആയിട്ട് സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, സാങ് ഹാപ്പിയാണോ? ആ, ഓക്കെ, ഹാപ്പി ആണെന്ന് കേട്ടല്ലോ നിങ്ങൾ. അവിടെ എല്ലാം എന്താ കൃഷികളാണ് കേട്ടോ. എനിക്ക് എന്താ കൃഷി എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൃഷിപരമായി ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയ്ക്കൊരു മുട്ടൻ വീടുണ്ട് കേട്ടോ. മുട്ടനല്ല, എന്നാലും കൂട്ടത്തിൽ മുട്ടൻ വീട്. മഴ വീണ് കേട്ടോ. നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് അഭയം പ്രാപിക്കേണ്ടി വരും. ഇതെല്ലാം ഹോം സ്റ്റേകളാണ് കേട്ടോ. ടീ പ്ലാന്റേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എത്രത്തോളം ഹോം സ്റ്റേകളാണ് ഇവിടെ കെട്ടിയിട്ടേക്കെന്ന് നോക്കി. അപ്പോൾ ടൂറിസത്തിന് അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ.
ഭൂമി അഗുങ് സാൻ. ഇഫ് യു ഗോ സ്ട്രൈറ്റ് റൈറ്റ് സൈഡ് വില്ല ബെർസമ തുഗുറിമ. അവിടെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡുകളെല്ലാം ഇന്തോനേഷ്യൻ ഭാഷയിലാണ്. അതുകൊണ്ട് നമുക്കൊരു ഇന്തോനേഷ്യൻ ഗൈഡ് ഉള്ളത് നല്ലതാണ്. എനിക്ക് പിന്നെ എൻ്റെ ഫ്രീ ഇന്തോനേഷ്യൻ ഗൈഡ് ഉണ്ട്. ലോ മെയിൻ്റെനൻസ് ആണ് കേട്ടോ. നഹി നഹി. Di sebelah mana ya, Pak? dekat ya? Iya. Makasih, Pak. അപ്പോൾ നമുക്ക് ആദ്യം റെയിൻകോട്ട് മേടിച്ചിട്ട് വരാം. നമുക്ക് ആദ്യം റെയിൻകോട്ട് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. കാര്യം റെയിൻകോട്ട് ഇല്ലാതെ ഒരു പണി നടക്കത്തില്ല. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കടയുണ്ടെന്നാ. ഈ ഇരുന്ന കടയിൽ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയി. കാര്യം ഇൻ കേസ് നമ്മൾ മോളിൽ പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം തേയിലത്തോട്ടങ്ങളും കുന്നും മഴയും മലഞ്ചരിവും ഒക്കെയാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് അതിനേക്കാൾ കനാനിയാസേ ഹി സെഡ്. അപ്പോൾ പക്ഷെ റോഡുകളാണ് കേട്ടോ അതിനെ അതിശയപ്പെടുത്തുന്ന. റോഡെല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ അതെ. അപ്പോൾ റഫയ്ക്ക് നമ്മൾ ഒരു സ്വെറ്റർ ഇടിപ്പിച്ചു കേട്ടോ, റഫേനെ തണുപ്പിക്കാതിരിക്കാൻ. ഞാൻ തണുത്താലും കുഴപ്പമില്ല, റഫ തണുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ജാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, റെയിൻ ജാക്കറ്റ് വാങ്ങിക്കാൻ. ഇവിടെ ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇത് വേറെ വീടാണ് കേട്ടോ. എനിക്കൊന്ന് ഈ ഒരു രാജ്യത്തെ ഏറ്റവും പണക്കാരൻ്റെ വീടാന്ന് തോന്നുന്നു കേട്ടോ. നോ മേ ബി മേയർ. ഓ ഇവിടുത്തെ മേയറിൻ്റെ വസതിയാണ് കേട്ടോ ഇത്. റഫയ്ക്ക് അറിയില്ല, റഫ ചുമ്മാ ഗസ് ചെയ്യാന്ന്. അവസാനം കറക്റ്റ്. ഇതെന്താ ഗവൺമെന്റ് റഫ പറയുന്നത് ഇത് ഇവിടുത്തെ മേയറിന്റെ വസതിയാണെന്നാണ്. ദിസ് ഈസ് എസ് ദേ കറക്റ്റ് സേ. Other one will be like open yeah. അപ്പോൾ നമ്മൾ 2 കോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. വിച്ച് കളർ യു വാണ്ട് സാങ്? ഇതിലേതാ വേണ്ടേ? ലാവെൻഡർ. അപ്പോൾ ലാവെൻഡർ റഫ ബുക്ക് ചെയ്തു. അയ്യോ അതിനകത്ത് സ്ലോലി തെന്നും കേട്ടോ. അപ്പോൾ ഒരു ദിവസം ലിച്ചിയാ ലൂമൂത്ത് എന്ന് പറഞ്ഞാൽ റഫയ്ക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ സ്നാക്ക് വേണം കേട്ടോ. എന്തോ ചൂട് സാധനം ഉണ്ട് കേട്ടോ. റഫയായിട്ട് പുറത്തു പോയാലുള്ള അവസ്ഥ ഇതാണ്. ഓൾറെഡി നമ്മുടെ വണ്ടിക്കകത്ത് നേരത്തെ നമ്മൾ ബോളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ബോളൻ ഈസ് സ്റ്റിൽ ദെയർ. പനാസ് നേരത്തെ പറഞ്ഞത് ബോലൻ അടിപൊളി എന്നാ, ഇപ്പം അത് മാറ്റിയിട്ട് ഇതാണ് അടിപൊളി എന്ന് പറഞ്ഞ പറയുന്നത്. റഫ ഇങ്ങനെ വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. Sebelum dia bilang bolen bagus, doa ibu batagor siomai ബന്ധുങ്ങിലെ സ്പെഷ്യൽ ഡിഷാണെന്ന് തോന്നുന്നു കേട്ടോ ഇവർ വെക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ വാങ്ങിച്ച് കഴിക്കാണ്. ടേസ്റ്റ് നമുക്ക് തേയിലത്തോട്ടത്തിൽ പോയിരുന്നിട്ട് കഴിക്കാം. ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്ന് അറിയില്ല. ഇത് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഹോൾട്ടെ തുജുംപത്ത് 74. ഇത് ഇവിടെ ബസ് വരും കേട്ടോ. എൻ്റെ ഉമ്മി കണ്ടാൽ പറഞ്ഞതിന് കാലാട്ടിക്കൂടാ, പേരൻസിന് ദോഷമാണെന്ന്. താത്ത അവിടെ നിന്ന് കാലാട്ടുന്നു. മക്കാസി ഞാൻ കാണിച്ചു തരാം. ഇതിന് മുന്നേ വാങ്ങിച്ച സാധനം അതുപോലെ സേഫായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊരു അഡീഷൻ ബെറ്റർ കീപ് ഇറ്റ് ഹിയർ സോ ഇറ്റ് വിൽ ബി ഹോട്ട്. ഗിവ് മീ ദ കീസ് വിത്ത് യു. നമ്മുടെ ബാലറ്റ് ഇമോഷണലാണ് കേട്ടോ. സ്നേഹം മാത്രമേ ഉള്ളൂ ലക്ഷറി, ബാലറ്റ് ഈസ് ഇമോഷണൽ. മഴ പെയ്യുമ്പോൾ എടുത്തിട്ടാണ് റഫ് പറയുന്നത് കേട്ടോ. ഓൾ സെറ്റ്. നമുക്കപ്പോൾ നിസ്കരിച്ചിട്ട് പോയാലോ മുകളിലേക്ക്? അയ്യോ ലെറ്റ്സ് പ്രേ ദുലു സാർ ആൻഡ് ഓൾസോ വി ക്യാൻ സിറ്റ് ഈറ്റ് സംവെയർ. നമുക്കപ്പോൾ ഈ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് പോകാം കേട്ടോ. അങ്ങനെ ആ പള്ളിയുടെ പടവുകൾ റഫ കയറുകയാണ്. ഞാനും പടവ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഇതൊന്നും വെക്കുന്നത് ശരിയല്ല. നമ്മൾ അവിടെയുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഇവൻ ഏത് നാട്ടിൽ നിന്ന് വന്നതാണ്. മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. മഴ പെയ്ത് ഇവിടെ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി. ബെറ്റർ വാക്ക് ത്രൂ വെദർ. ഓ പട്ടി ഉണ്ട് കേട്ടോ ഇവിടെ കുറേ. ഇവർ നോക്കുകയാണ് ഈ നാട്ടുകാരനല്ലല്ലോ. മേ ബി ഇറ്റ് വിൽ ബൈറ്റ് മീ ബിക്കോസ് ഐ എം നോട്ട് ഇന്തോനേഷ്യൻ. നമുക്ക് 2 കൂട്ടുകാരുണ്ട് കേട്ടോ അവിടെ. നമ്മളെ നോക്കുന്നില്ല അവിടെ നിന്ന്. മിക്കവാറും റഫ എൻ്റെ അടുത്ത് പറയും ഇനി മേലെ ഹാപ്പി എന്നുള്ള വാക്ക് നീ പറയരുത്, മിണ്ടരുതെന്ന്. പലമ്പങ്കിൽ പട്ടികളുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ
നമ്മുടെ നാട്ടിലെ പോലെയാണ് കുറേ എല്ലാ സ്ഥലങ്ങളിലും പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ കാണാം. പലമ്പങ്ങിൽ തീരെ ഇല്ല. ഞാനിപ്പോൾ റഫ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒരു മര്യാദ രാമൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, പാവം എല്ലാവരെയും നോക്കിക്കൊണ്ട്. പേടിച്ചോട്ടാ എന്നെ കണ്ട്. തെമ്പത് വൂസു ദിമാനാ തെമ്പത് വൂസു ഊതു. ഓ വാ വാ വാ. പള്ളിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. നമ്മുടെ അവിടെ തേയിലത്തോട്ടവും ഇവിടെ ഒരു പള്ളിയും കുറേ താത്താമാർ അവിടെ നിന്ന് സംസാരിക്കുകയും പിന്നെ എനിക്ക് ശരിക്കും ഒരു ചർച്ച് പോലെയാട്ടോ തോന്നുന്നത്. ഈ പള്ളീൻ്റെ ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രക്ഷൻ അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ ഫുള്ള് ഇതേ തേയിലത്തോട്ടമാണ് കേട്ടോ. ഇതേ മുകളിലേക്ക് കയറി കിടക്കാണ് തേയിലത്തോട്ടം. എന്താ രസമല്ലേ, നല്ല തണുപ്പ്, അതാണ് രസം. ഭയങ്കര തണുപ്പ് കേട്ടോ. കണ്ടാൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ തണുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ നനഞ്ഞിരിക്കുകയാണ്, ഞാൻ ഒതു എടുത്തു നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ എനിക്കൊന്ന് പഴയ കാർപ്പറ്റാണ് ഈ കിടക്കുന്നത്. കാർപ്പറ്റ് കുറേ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പെമറിന്ത കോട്ട എന്തോ മറ്റേ ഹാങ്കറാണ്. ഹാങ്കറിന് ഇത്രയും ഒരു ഡെക്കറേഷനൊക്കെ വേണമെന്ന് തന്നെ വിചാരിക്കുകയാണ്. വലിയ പള്ളിയാണ് കേട്ടോ, മുട്ടൻ പള്ളിയാണ്. പക്ഷെ ആരുമില്ല. സമയം 3:45 ഇല്ല, അതിൽ കാണിക്കുന്ന സമയം തെറ്റാണ്. ഇപ്പോഴത്തെ സമയം 1:45 കേട്ടോ. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പള്ളിയിൽ. മഴ പെയ്തു തുടങ്ങി വീണ്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് രക്ഷയുള്ളൂ, അതുകൊണ്ട് ഞാനും ഇടാൻ പോവാണ്. റഫ ഓൾറെഡി ബ്ലൂ കളർ ചൂസ് ചെയ്തു, ഞാൻ എൻ്റെ റെഡ് കളറാണ് കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് സൈലൻസ്, സൈലൻസ് പ്ലീസ്, സൈലൻസ്, സൈലൻസ്, സൈലൻസ്. സൈലൻസ്. പേടിച്ചാ? ഇതാണ് മലയാളീൻ്റെ പവർ. ഇന്തോനേഷ്യയിൽ വന്നാലും മലയാളം പറഞ്ഞ് നിർത്തിക്കും.